നമ്മൾ ഇന്ന് സങ്കടപ്പെടുന്നത് എന്തെല്ലാം കാര്യങ്ങളുടെ പേരിലാണ്. നമുക്ക് നിഷേധിക്കപ്പെട്ട സ്ഥാനം, നമുക്ക് നിഷേധിക്കപ്പെട്ട അംഗീകാരം, നമ്മളെ ആളുകൾ പരിഗണിക്കാതിരുന്നത്, അപ്രീഷിയേറ്റ് ചെയ്യാതിരുന്നത്, നമ്മളെ ആളുകൾ ബഹുമാനിച്ചില്ല എന്നുള്ള ചിന്തകൾ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് പണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നില്ല എന്നുള്ള പരാതികൾ. പാതിരപ്പയോ പറയുന്നത് എന്നെ അതൊന്നും അലട്ടത്തില്ല, എനിക്കൊരു കാര്യമുള്ളൂ, ആരാധിക്കുന്നതിന് വിലക്കില്ലല്ലോ. ഇത് പറഞ്ഞാൽ ഞാൻ ചുരുക്കി പറയാം, നമ്മൾ നമ്മുടെ സന്തോഷം കണ്ടെത്തേണ്ടത് ഈ ഭൂമി വെച്ച് വിളമ്പിയ ഒരു കാര്യങ്ങളിലും അല്ല, ദൈവത്തെ ആരാധിക്കുന്നതിലാണ്. 10 വർഷം ഈ മനുഷ്യൻ ആ ആനന്ദത്തിൽ ജീവിച്ചതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തെ വിശുദ്ധ പാതിരപ്പിയോ എന്ന് നമ്മൾ വിളിക്കുന്നതും തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്നതും ഇന്ന് അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥ അപേക്ഷിക്കുന്നതുമൊക്കെ. അതായത് ഒരു മനുഷ്യൻ തൻ്റെ വ്യക്തിത്വത്തെ, സ്വത്വത്തെ, ഐഡൻറ്റിറ്റിയെ കണ്ടെത്തിയത് വർഷിപ്പിലാണ്. ദൈവം നമ്മളെ വിളിക്കുകയാണ് ആരാധകരാവാൻ. ആരാധകരായാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരാതികളില്ലാതാവും. വർഷിപ്പറിന് കിട്ടുന്ന ഒന്നാമത്തെ ദാനം എ ലൈഫ് വിതൗട്ട് കംപ്ലൈൻസ്, പരാതികളില്ലാത്ത ജീവിതം. സ്തുതിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ലളിതമായ അർത്ഥം പരാതിയില്ലാത്ത ജീവിതം എന്നാണ്. അപ്പോൾ നമുക്ക് പരാതികളില്ലാത്ത, ബഹളങ്ങളില്ലാത്ത, കംപ്ലൈൻസ് ഇല്ലാത്ത, അസ്വസ്ഥതകളില്ലാത്ത ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ദിവ്യകാരുണ്യ ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് അഭ്യസിക്കേണ്ട പുണ്യം എന്താണ്? അഭ്യസിക്കേണ്ട പുണ്യം ട്രസ്റ്റാണ്. ട്രസ്റ്റ്, ദൈവത്തെ ആശ്രയിക്കുക, കണ്ണും പൂട്ടി ദൈവത്തെ വിശ്വസിക്കുക. ട്രസ്റ്റ്. ഉപേക്ഷിക്കേണ്ട തിന്മ എന്താണ്? നമ്മളിൽ തന്നെയുള്ള ആശ്രയത്വം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ കഴിവിൽ ആശ്രയിക്കുന്നവരാണ്. എന്നാൽ ആരാധനയുടെ ഏറ്റവും സിമ്പിളായ വ്യാഖ്യാനം എന്ന് പറയുന്നത് ട്രസ്റ്റ് ഗോഡ് ഇൻ ഓൾ സിറ്റുവേഷൻസ്. എല്ലാ സാഹചര്യത്തിലും കർത്താവിനെ ആശ്രയിക്കുക, വിശ്വസിക്കുക, ട്രസ്റ്റ് ചെയ്യുക. ഉപേക്ഷിക്കേണ്ട തിന്മ എന്താണ്? സ്വാശ്രയം, സെൽഫ് റിലയൻസ്, നമ്മളിൽ തന്നെയുള്ള ആശ്രയം. ഇനി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എങ്ങനെയാണ്? ഈശോയെ, ഞാൻ അങ്ങിൽ സമ്പൂർണ്ണമായി ആശ്രയിക്കുന്നു. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു 100%. കർത്താവേ, ഞാൻ നിന്നെ പൂർണ്ണമായി ആശ്രയിക്കുന്നു, പൂർണ്ണമായി ശരണപ്പെടുന്നു. ഇതാണ് ഇന്ന് നിങ്ങൾ ആവർത്തിച്ച് ചൊല്ലേണ്ട പ്രാർത്ഥന. 3 കാര്യങ്ങൾ പറഞ്ഞു. അഭ്യസിക്കേണ്ട പുണ്യം ട്രസ്റ്റാണ്, ദൈവത്തെ ആശ്രയിക്കാൻ കൃപ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ, ഉപേക്ഷിക്കേണ്ട തിന്മ നമ്മളിൽ തന്നെയുള്ള ആശ്രയമാണ്. മൂന്നാമത്തേത്, നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു കംപ്ലീറ്റ്ലി 10%, 100% ഐ ട്രസ്റ്റ് ഇൻ യു. എല്ലാ കാര്യങ്ങളിലും ഞാൻ നിന്നെ ആശ്രയിക്കുന്നു, ഞാൻ നിന്നെ ട്രസ്റ്റ് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. ഇനി എന്താണ് ടാസ്ക്? അതായത് നമ്മൾ ദൈവത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമില്ല എന്ന് നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ഒരു 5 കാര്യങ്ങൾ എടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇവിടുന്ന് വണ്ടി വരെ നടന്നു പോകാൻ എനിക്ക് ദൈവത്തിൻ്റെ സഹായം, പ്രത്യേകിച്ച് സഹായം വേണമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്ക് ഭക്ഷണം കഴിക്കുന്നതിന്, ഈ ഭക്ഷണം എനിക്ക് നന്നായിട്ട് കഴിക്കുന്നതിന് ദൈവത്തിൻ്റെ സഹായം വേണമെന്ന് ഞാൻ നോർമലി ചിന്തിക്കാറില്ല. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഒരാൾക്കൊരു എഴുത്തെഴുതണം, അല്ലെങ്കിൽ ഒരാൾക്കൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യണം, ഇതൊക്കെ എനിക്ക് സ്വയം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളാണ്. ടാസ്ക് ഇതാണ്, സ്വയം ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നതും എന്നാൽ ആത്യന്തികമായി ദൈവത്തിൻ്റെ സഹായം ഇല്ലാതെ ചെയ്യാൻ പറ്റാത്തതുമായ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യുന്നുണ്ട്. ഒരു 5 കാര്യങ്ങൾ, അതിന് പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ സഹായമൊന്നും വേണ്ടാന്ന് നമുക്കറിയാം. പക്ഷേ ബോധപൂർവം ഒരു 5 കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ സഹായം ചോദിക്കുന്നു. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ, ദൈവമേ, നന്നായിട്ട് ഇത് ദഹിക്കുന്ന വിധത്തിൽ നല്ലപോലെ ഭക്ഷണം കഴിക്കാൻ എന്നെ സഹായിക്കണേ. ദൈവം, ഇങ്ങനെ നടന്നു പോകുമ്പോൾ എനിക്ക് കുഴപ്പങ്ങളില്ലാതെ നടന്ന് എത്തിച്ചേരാൻ, ഞാനിപ്പോൾ ഇവിടുന്ന് ധ്യാനകേന്ദ്രത്തിലേക്ക് നടന്നു പോകുന്നു വിചാരിക്കാം. എനിക്ക് കർത്താവേ, അവിടം വരെ നടന്നു പോകാൻ എന്നെ നീ സഹായിക്കണേ. തുണി അലക്കുമ്പോൾ, തുണി തേക്കുമ്പോൾ, തൂത്തുവാരുമ്പോൾ, ഭക്ഷണം തയ്യാറാക്കുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, കാർ ഓടിക്കുമ്പോൾ, കൊന്തയൊല്ലുമ്പോൾ, ഇങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ സഹായം വേണ്ടെന്നല്ല, നമ്മൾ ചോദിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു 5 കാര്യങ്ങൾ എടുക്കുക, കോൺഷ്യസ് ആയിട്ട്. അങ്ങനെ 5 കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ സഹായം ചോദിച്ച്, ഒരു പരിശീലനമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ദൈവത്തെ ആശ്രയിക്കാൻ പറ്റും. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.